രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമെന്ന വിലയിരുത്തലുകൾക്കിടെ കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കായി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതികൾക്ക് പുറമെ AI അടക്കം സാങ്കേതിക മേഖലയ്ക്കും കാര്യമായ പരിഗണന ബജറ്റിൽ ലഭിക്കും. റോഡുകൾ, റെയിൽവേ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി കാര്യമായ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. നിർമ്മിത ബുദ്ധി, ചിപ്പ് നിർമ്മാണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് മുൻ ബഡ്ജറ്റിനേക്കാൾ ഇത്തവണ പ്രാധാന്യമുണ്ടാകും. ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയേക്കും. ഭാവിയുടെ വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള ജനപ്രിയ പദ്ധതികൾക്കൊപ്പം സ്ത്രീ ശാക്തീകരണ പദ്ധതികളും കൂടുതലായി പ്രഖ്യാപിച്ചേക്കും. കേരളത്തിനായി എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകളുണ്ട്. കേരളത്തിന് പുറമെ ബംഗാൾ, അസം, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ ഭാരതം വിപ്ലവം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ആയം കൂട്ടാൻ ഉതകുന്ന പദ്ധതികളും ഉണ്ടാകും. കർഷകരുടെ ക്ഷേമം ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങളുടെ പിന്തുടർച്ചയാകും പുതിയ പ്രഖ്യാപനങ്ങൾ. ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ മാറ്റമുണ്ടാകാൻ ഇടയില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി ഉയർത്തുകയും ദമ്പതികളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് ആദായ നികുതി നിശ്ചയിക്കുന്ന ജോയിന്റ് ടാക്സ് സംവിധാനം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ടെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്. ജനം, ഡൽഹി.